ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ ചിങ്കൽ രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയത്തിലേക്ക് അവിടെ രാത്രിയായി അറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ രാത്രി, തണുപ്പുള്ള രാത്രി, എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. ആ തണുപ്പത്ത് അവിടുത്തെ ഒരു പുൽത്തകടി ഉണ്ടായിരുന്നു, ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്ന് മനോഹരമായിട്ട് ഗ്രൗണ്ട് പ്ലസ് കൊണ്ടുള്ള ഒരു വലിയൊരു ബംഗ്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. അതായിരുന്നു കൊമ്പൈ മലയാളിക്ക് സമാജം. ആ സമാജത്തിൻ്റെ വെളിയിൽ രാത്രി മുഴുക്കെ തണുത്ത് ഉറച്ച് അവിടെ ഇരുന്നതിന് ശേഷം കാലത്ത് അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളൊന്ന് കഥ തുറന്ന് നമ്മളെ കണ്ട് വിളിച്ച് രാത്രി മുഴുക്കെ ഞങ്ങൾ തണുപ്പത്തിരുന്നു അല്ലേ, ഒരു റൂം തുറന്നു തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോയി ഫ്രഷായിട്ട് വരും. അപ്പം അവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതാണിത്. വെളിയിൽ വന്നപ്പോൾ കൊണ്ട് ഇഡ്ഡലിയും ചായയൊക്കെ മേടിച്ച് തന്ന് കഴിക്കാൻ പറഞ്ഞതിന് ശേഷമാണ് പേരും എന്ത് പണി അറിയാം. അങ്ങനെയാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഹോട്ടലിൽ പണി ചെയ്യുമോ. അപ്പൊ അതേ ഉള്ളൂ രക്ഷ. ആഹാരവും കിട്ടും, കിടക്കാനുള്ള സൗകര്യം കൂടെ കിട്ടും. ബൊമ്പയിൽ പിന്നെ ആരുമില്ല. അന്നൊക്കെ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളെ കുടുംബം അച്ഛനും സഹോദരങ്ങളൊക്കെ പറയും ഇന്നില്ലെങ്കിൽ നാളെ വരും, എവിടെയെങ്കിലും ആയിരിക്കും എന്നൊക്കെ. കാരണം വേറെ ഒരു അന്ന് മൊബൈല് വേറെ ഒന്നും ഇല്ലല്ലോ. ആ ദിവസങ്ങളിൽ കിട്ടിയതായിരുന്നു എൻ്റെ ഹോട്ടൽ. ഒരു പെട്ടെന്നൊരു മണിക്കൂറിനകത്ത് ഒരു ശക്തി കൈയൊക്കെ കെട്ടി വന്ന ഒരു മാംഗ്ലൂരി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് മലയാളമൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു വിട്ടതാണ് ഹോട്ടൽ ജോലിക്ക്. അവിടെ നിന്ന് തുടക്കമാണ് എൻ്റെ ഹോട്ടൽ ജീവിതം. ആ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര എന്നുള്ള സ്ഥലത്ത് അവിടെ കുടിക്കാൻ വെള്ളത്തിലെല്ലാം ഉപ്പ് രസവും വേസ്റ്റിൻ്റെ സ്മെല്ലും കൊണ്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അതിലാണ് അവിടെ അദ്ദേഹം ഹോട്ടലിന് സ്ഥലം എടുത്തിരിക്കുന്നത്. BA പാസ്സായിട്ട് കൈയൊക്കെ കെട്ടി അദ്ദേഹം ഇൻഡസ്ട്രിയൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഞാനിത് പറയുന്ന കാരണം ഇവിടെ ഒരുപാട് പേര് വിദ്യാഭ്യാസമായിപ്പോയി. ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, BA ആണ്, B.Ed ആണ്, ഞാൻ ഫസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായി. ഞാൻ എങ്ങനെ പോയിട്ടൊരു ബിസിനസ് അല്ല വേറൊരാളിൽ ചെയ്യും, എനിക്ക് യോഗ്യതയുള്ള തൊഴിൽ കിട്ടണം, ഇതിലേക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളുടേതായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഹിന്ദു സംസ്കാരത്തിൽപ്പെട്ട. ബാക്കിയുള്ളവരിലാണെങ്കിൽ അവർക്ക് വേറെ രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കും. മുസ്ലിംകളാണെങ്കിൽ അവരുടെ ദർഗയിൽ പോകുമ്പോൾ അവർ പറയും നിങ്ങൾ ഇന്ന ബിസിനസ് ചെയ്ത് അത് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അച്ഛൻ തന്നെ മകനെ കൂടെ കൊണ്ടുവന്ന് കൈകൊണ്ട് തള്ളുകയാണെങ്കിൽ കൂടെ കൊണ്ടുവന്ന് തള്ളി അവരാ ബിസിനസ് പഠിപ്പിക്കും. നമ്മളുടെ കൂടുതൽ അഭിമാനമാണ്, നമ്മൾ അഭിമാനികൾ കൂടുതലായത് കൊണ്ടായിരിക്കുമല്ലോ. പക്ഷെ അത് മാറ്റേണ്ടതും. നമ്മൾ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ സക്സസ് ആവുമ്പോൾ നമ്മൾ ആവുന്നില്ല, അവരെ കുറ്റമല്ല പറയേണ്ടത്, അവരെങ്ങനെയാണ് അത് ചെയ്യുന്നു എന്നുള്ള നോക്കണം. പലരും പറയും മുസ്ലിംസ് ഒന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അവർ സക്സസ് ആവുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് പോകുന്നു, നമ്മൾ ലോസ് ആവുന്നു. ആരും ലോസിലല്ല ബിസിനസ് ചെയ്ത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത് അത് നോക്കുന്നു. ഞാനും ഹോട്ടൽ ജോലി ചെയ്ത് പഠിച്ചാണ് പിന്നെ മാർവാടിയുടെ അടുത്ത് പോയി, മാർവാടിയുടെ അടുത്ത് ഹോട്ടൽ പഠിച്ച് പിന്നെ സ്വന്തമായിട്ട് അവിടുത്തെ മാനേജറായപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനല്ലേ ഇത് നടത്തുന്നത്, അത് പേരിനല്ലേ എൻ്റെ സേറ്റ്, എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ. മുംബൈയിലൊക്കെ വലിയ രീതിയിൽ അന്നത് ബാർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുണ്ട, ചോട്ടാ രാജൻ, ബഡാ രാജൻ, ദാവൂദ് ഇബ്രാഹിം, അതുപോലെ എല്ലാ ഗുണ്ടകളുടെ ഏരിയയിൽ ഒന്മേൻ ഷോ ആയിട്ട് സ്വന്തമായിട്ട് പിന്നെ ഇറങ്ങി തിരിച്ച് ബാർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എടുത്ത് നടത്താൻ തുടങ്ങി. അങ്ങനെ ആ മാർവാടിയെക്കാളും 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ബാർ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓണറായി. ഇതൊക്കെ യാഥാർത്ഥ്യം. പക്ഷേ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്തിനാണ് ബോംബെയിൽ പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ തൊഴിലില്ലാതായി പോയത്, അത് നമുക്ക് നാട്ടിന് തിരിച്ചു കൊടുക്കണം. ആ ലക്ഷ്യമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ നാട്ടിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2000-നടുത്ത ആൾക്കാർക്ക് എൻ്റെ നാട്ടിൽ തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു. യാഥാർത്ഥ്യമാണ്. എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്കൊന്നുമില്ലാത്തതിൽ കേരളത്തിൽ വന്ന് കോവളത്തിൽ സമുദ്ര ബീച്ച് എന്നാൽ തൊണ്ടഴുകിയിരുന്ന സ്ഥലത്തിൻ്റെ തൊണ്ട് മേസും മാറ്റിയായിരുന്നു അന്നൊരു ഹോട്ടല്. 16 റൂം, പിന്നെ 32 റൂം. ഇപ്പം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റൂംസ് ഉള്ള ഹോട്ടൽ ഉദയസുന്ദര. അതൊരു ഐലൻഡ് പോലെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും സ്ഥലം എടുത്തിട്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളത്. അതേപോലെ നമ്മൾ ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ ബിസിനസ് ചെയ്യണം. ബിസിനസ് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് ചെയ്യണമെങ്കിൽ ഞാൻ ബോംബെയിൽ ഇന്ന് ചെയ്യും. ഇന്നെന്താ രീതിയിൽ രവിപ്പിള്ളയേക്കാളും കൂടുതൽ പൈസക്കാരൻ ഞാൻ ആവുമായിരുന്നു. പക്ഷെ എനിക്കതല്ല ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞ സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പഠനം. നമ്മളെ ലക്ഷ്യം രാഷ്ട്രമാണ്. അതിലേക്ക് വേണ്ടി നമുക്ക് എന്താണ് നഷ്ടപ്പെട്ട് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം,
നമ്മളുടെ ഫുഡ് ഇന്നായാലും ഞാൻ കഴിക്കുന്ന നമ്മളുടേതായിട്ടുള്ള ഫുഡാണ്. പലരും ബർഗറും പിസയും പാസ്തയും ഒക്കെ കഴിച്ച് നമ്മൾ രോഗിയായിട്ട് മാറുമ്പോൾ നാം എന്തുകൊണ്ട് നമ്മളുടെ ഫുഡിനെ പറ്റി ആലോചിക്കുന്നില്ല? ഇന്ന് ക്യാൻസറിന് ഏറ്റവും നല്ല നാരുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ കഴിക്കേണ്ടതാണ്. കപ്പയായാലും ചീനിയായാലും നമ്മളുടെ കൂവക്കിഴങ്ങ്, ചേന, ചേമ്പ്, ചെറിയ ഇതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള സൃഷ്ടിയാണ്. അത് നല്ല ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ മോഡേൺ ആകുമ്പോൾ. അതാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ചില ലക്ഷ്യങ്ങൾ നമ്മൾ പൂർവികർക്ക് ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നത് നമുക്ക് ചെയ്യണം. അത് വെല്ലുവിളിച്ചിട്ടല്ല, അത് ലക്ഷ്യത്തിലൂടെ. ഉദാഹരണത്തിന് ഞാൻ ഇപ്പം പറയാം, കഴിഞ്ഞ നമ്മളെ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം ഞാനൊരു നാട്ടിനൊരു സമർപ്പണം നടത്തി. ഒരു ഗണപതി ക്ഷേത്രമാണ് പാളയം. നമ്മളൊരു അപമാനമായിരുന്നു പാളയം എന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയും മതസൗഹാർദ്ദത്തിന്റെ ഇനിയൊരു പേരാണ് പാളയം എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. പക്ഷെ അവിടെ ഒരു പള്ളി, ഒരു മാസ്കും കാണും, പക്ഷെ ഒരു ക്ഷേത്രം കാണില്ല. ക്ഷേത്രം ഉണ്ട് ചെറുതായിട്ട്, 90 സെന്റിൽ 9 സെന്റ് വരും. ഇങ്ങോട്ട് വേണം സ്വാമി അതിന്റെ പേരിൽ പൈസയൊക്കെ പിരിച്ചു. അദ്ദേഹം മരിക്കുന്നതും ആ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തില്ല. അതിന്റെ പള്ളിക്കാരും എതിർത്തു, ദേവസ്വം ബോർഡും പെർമിഷൻ കൊടുത്തില്ല. അതാണ് ദേവസ്വത്തിന്റെ പെർമിഷനൊക്കെ മേടിച്ചിട്ട് ആ പള്ളിയെക്കാലം ഹൈറ്റിൽ തന്നെയാണ്. ഇന്ന് ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ ഓം വെച്ചിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം. അവരെല്ലാം കൂടെ വെച്ചിട്ട് തന്നെ അന്ന് വിഷുവിന് ഞാനത് സമർപ്പിച്ചു. ഇതിന്റെ പൈസയെല്ലാം എൻ്റെ അധ്വാനമാണ്, കളക്ഷനൊന്നും അല്ല. ഇതുകൊണ്ട് എനിക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്ന് കേട്ടാൽ എനിക്ക് വലിയൊരു സംതൃപ്തിയാണ്. ഞാൻ എന്നാ ഗണപതി ഭവനിന്റെ അവിടെ സൈഡിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഈ വിശ്വാസിയായിട്ടുള്ളവർ വന്നാൽ ഗണപതി അല്ല തൊഴുന്നത്, എന്നെയാണ് തൊഴുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല, സത്യമാണ്. 18 അടിയിൽ ഗണപതി എങ്ങനെ ഇരിക്കണം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ബോംബെയിൽ പോയപ്പോൾ ബോംബെക്ക് ലാൽബാഗ് രാജ എന്ന് പറയുന്ന ഗണപതിയാണ് ലോകത്തിൽ നിന്ന് ആൾക്കാർ വരും അത് കാണാനും പൂജിക്കാനും ഒക്കെ. ആ ഗണപതി എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് ആദ്യം പ്രതിഷ്ഠിക്കണമെന്നൊരു മനസ്സിൽ എൻ്റെ തോന്നുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എനിക്കാരും പാളയത്തിൽ പോയാൽ ഇന്ന് ഗണപതിയെ കണ്ടിട്ടേ ബാക്കിയെല്ലാം ഇന്ന് കാണുന്നു. ഒക്കെ യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. നമ്മൾ ബിസിനസ് ചെയ്താൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കും. നമ്മൾ ബിസിനസ്സിലേക്ക് ആലോചിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ ടെൻഷനാണ്. നമ്മൾ മക്കളെ ഭയപ്പെടുത്തും. മക്കൾ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ അയ്യോ പൂർവികർ തൂങ്ങിച്ചതും വിഷം കഴിച്ച് മരിച്ചതും ആ നാട് വിട്ടു പോയതും അവയ്ക്ക് ഒന്നുമില്ലാതെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറികളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മൾ ബിസിനസ് രാജൻപിള്ള എന്നൊക്കെ പറയുന്നത്. എല്ലാവരുടെയും പേരിൽ ബിസിനസ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫാൽക്കോ സുധീർജി. അതിലൊക്കെ ബിസിനസ് ഉണ്ട്. എൻ്റെ പേരിൽ മാത്രമേ എൻ്റെ സ്ഥലത്തിൻ്റെ പേരുള്ളൂ. അങ്ങനെ കൊല്ലംകാർ മാക്സിമം അറിയുന്ന അവരുടെ ബിസിനസിൻ്റെ പേരിലാണ്.